അമ്മായി ഗൈസ് പേടിച്ചിരിക്കുകയാണ്. താത്താനെ ഗൈസ് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരിക്കണ്. ഞങ്ങളെല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പെറ്റോ ആൺകുട്ടിയാ ഗൈസ്? കുട്ടിക്ക് സംസം വെള്ളം കൊടുക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ ആൺകുട്ടി. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ അർജന്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിനി താത്ത ഇവിടെയാണ്, ഹോസ്പിറ്റലിലാണ്, പ്രഗ്നന്റ് ആയിട്ട് കിടക്കുകയാണ്. പ്രഗ്നന്റ് പറഞ്ഞ പ്രസവിച്ചീനല്ലേ പറയാ? പ്രഗ്നന്റ് പറഞ്ഞ ഞാൻ പള്ളിയിലല്ലേ? ആണോ? എന്നാ ഗൈസ് അങ്ങനെ നമ്മള് വിളിച്ചു പറഞ്ഞിക്കണേ. ഷംനിയാണ് വിളിച്ചു പറഞ്ഞത്. വേഗം കടിച്ച് എല്ലാം പറഞ്ഞിക്കണേ. ഇപ്പൊ ഇഞ്ചക്ഷനെ വെച്ചിട്ട് വേദന തുടങ്ങിക്കണെന്നാ പറഞ്ഞത്. ഇപ്പൊ ലേബർ റൂമിക്ക് കേട്ടിട്ട് അവിടുന്ന് ഇപ്പൊ കഞ്ഞി കൊടുത്തോണ്ടിരിക്കാണെന്നാ പറഞ്ഞത്. അപ്പൊ ഷംനെ പെട്ടെന്ന് വിളിച്ചോണ്ട് പറഞ്ഞു വേദന കുറച്ചുണ്ട്. നമ്മളെന്ത് കൊടുക്കൊന്നും വേണ്ടല്ലോ, വല്ല തൂക്കാത്രോ അങ്ങനെ എന്തെങ്കിലും വെള്ളം കുടിയോ അങ്ങനെ എന്തെങ്കിലും ആണോ? എല്ലാം ഓല് കൊണ്ടുപോയിക്കണല്ലേ ഗൈസ്? എല്ലാ സാധനങ്ങളും ഗൈസ് ഓല് രാവിലെ തന്നെ അവിടെ നിന്ന് കൊണ്ടുപോയിക്കണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞിരിക്കണേ. അല്ലാതെ എല്ലാവരും പാടെ അവിടെ റൂമാണ് എടുത്തിക്കുന്നത്. അവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടായി എഴുതിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അപ്പം വിളിക്കണേ അല്ലേ. പിന്നെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ ആകെ ഒരു 6 കിലോമീറ്റർ അത്രേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് അമ്മായി ഇറങ്ങി ലൈറ്റ് ഒക്കെ ഓഫ് ആയിക്കളി. പുറത്ത് ലൈറ്റ് കത്തിച്ച് വെച്ചളി ഗൈസ്. ഇറങ്ങട്ടെ. കൊറേ നാളത്തെ ഒരു തനിയില്ലേ ഉമ്മ? എത്ര ആയി കാണും. താത്താന്റെ പ്രസവം എന്ന് പറഞ്ഞ കഴിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു സംഭവമാണ്. കാരണം താത്ത എപ്പോഴും മാസം തികയാതെ ഇനി പ്രസവിക്കുക. പിന്നെ അതിലാകെ ഒരുത്തന്റെ പ്രസവമല്ലേ നല്ല ശരിക്കും നടന്നത്, രണ്ടാമത്തവന്റെ പ്രസവം. ഇതിപ്പോ അടുത്തത് അതാണ് താത്ത. താത്തയെന്ന് പറഞ്ഞാൽ അങ്ങനെ തിന്നൂല, അങ്ങനത്തെ ഒരു ടൈപ്പാണ് താത്ത. തിന്നൂലെന്നല്ല, തിന്നും. അതെങ്ങനെയോ ഒരേ വറ്റിങ്ങനെ നോക്കി അങ്ങനെയാണ് വറ്റുമ്പോ വല്ല പിന്നെ ഉമിണ്ടോ തവിടുണ്ടോ ഒക്കെ നോക്കി മാറ്റി മീൻ്റെ മുള്ളോ മുരിങ്ങൻ്റെ ഇല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പൊറുക്കി പാത്രത്തിന്റെ വക്കിനിങ്ങനെ വെച്ചിട്ട് ഓരോ വറ്റിങ്ങനെ കൊടുത്ത് അങ്ങനെയാണ് ഗൈസ്. താത്ത പണ്ടോട്ടേ എങ്ങനെയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അതേപോലെ ഉമ്മ തണുക്കുമ്പോഴാൽ എന്തെങ്കിലും ചെയ്യുമ്പോഴാൾ എന്തോ സാധനമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഉമ്മ? മറ്റേ മങ്കി ക്യാപ്പ് അങ്ങനത്തെ സാധനം എന്തെങ്കിലും എടുത്തളാ. പിന്നെ അവിടുന്ന് ഉമ്മമാനെയും കയറ്റേണ്ടി വരും ഹോസ്പിറ്റലിലേക്ക്. എടുത്തല്. നല്ല തണുപ്പുണ്ട് ഗൈസ്. നല്ല തണുപ്പ്. ഡിസംബർ മാസം കൂടിയല്ലേ, നല്ല തണുപ്പാണ്. കുറച്ചേരം ഇവിടെ ആയിട്ടില്ല. ചാർജർ എടുത്തിട്ടില്ലേ? ഉമ്മാൻ്റെ ചാർജർ എടുത്തിക്കണോ? ഉമ്മാൻ്റെ കാണുന്നുണ്ടാവില്ല. എന്താ ഗൈസ്, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കട്ടെ. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് ഷംനോടും അവിടെ അളിയാക്ക് എല്ലാവരും ഉണ്ട്, ഓരോടൊക്കെ ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. താത്താനെ നമുക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല അല്ലേ? താത്താനെ ലേബർ റൂമിക്ക് കയറ്റിന്ന് പറഞ്ഞിട്ടില്ലേ? കാണാൻ പറ്റൂല. ഒന്ന് കാണുന്നുണ്ടെങ്കിൽ പോയൊക്കെ ഗൈസ്, പോയൊക്കെ എന്തായാലും ഇറങ്ങി നോക്കാം. ഇറങ്ങി എന്തായാലും ഇപ്പോൾ വിളിച്ചത് നന്നായില്ലേ? ഇപ്പൊ ഒന്നും പാടെ നട്ടപ്പാതിരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഉറക്കത്തിന് പോയേണ്ടി വരും. ഇപ്പൊ കഴിച്ച് ഏകദേശം ഒരു 9:30-10 മണിയാവണ്. ഏകദേശം ആ ടൈമായി. ഇറങ്ങിയല്ലേ അമ്മ? ഇതെന്താ ഇങ്ങനെ കിട്ടുകണേ? രണ്ടെണ്ണൊക്കെ എടുത്തേക്കണ കേട്ടോ ഗൈസ്, തണുത്തിട്ട്. ആരെങ്കിലൊക്കെ പോവാ അവിടെ എത്താ. ഗൈസ് നമുക്ക് അവിടെ ഇങ്ങോട്ട് പോയി നോക്കട്ടെ. ഗൈസ് നമ്മളിപ്പോ ഹോസ്പിറ്റലിന്റെ മുമ്പിലെത്തി. എറണാട് ഹോസ്പിറ്റലിൽ അളിയാക്ക മുറ്റത്തേക്ക് ഇറങ്ങി ഇവിടെ കാത്തിക്കുണ്ട്. റൂം കാട്ടി തരാനേ, അല്ലെങ്കിൽ നമ്മളവിടെ ചെന്നിട്ട് ബബ്ബ അടിച്ചൂലേ? ഇവിടെ റൂം ഇവിടെ നേരെ 2ാം നില. അളിയാക്കൊപ്പം ഉണ്ടല്ലോ. നമ്മളെ നാട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ കാണും വന്നേ. നേരെ നിങ്ങൾക്ക് കയറി ചെല്ലല്ലേ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഹോസ്പിറ്റലല്ലേ. തട്ടിട്ട് എങ്ങനെയുണ്ട്? തട്ടിട്ട് എങ്ങനെയുണ്ട്? ചൂടുണ്ടോ? സോഡിയം അത് ഉമ്മമാക്ക് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. ഇതല്ലേ അതന്നെ പറഞ്ഞമ്മനോട്. അലിയാക്കല്ലേ അപ്പൊ? ആണോ? ഓക്കെ. റൂം നമ്പർ എത്ര? വാർഡ് തന്നെയാണോ? ആയിക്കോട്ടെ. നമ്മ വരി. കാണാൻ പുതിയ മമ്മക്ക് മണ്ടാൻ വയ്ക്കൂല. എനിക്ക് ഒറ്റക്ക് വണ്ടി പോകാനും വയ്ക്കില്ല. പേര് വേണ്ട, നമുക്ക് എന്നൊക്കെ ഒപ്പം എല്ലാം ഇങ്ങനെ പോവാം അല്ലേ? ഓല് നടന്നാണ് മോൾക്ക് പോയി. എന്തായാലും ചെന്ന് നോക്കട്ടെ, ചെന്നിട്ടെന്താ പറയുന്നത് നോക്കട്ടെ. ഗൈസ് എന്തായി ആണോ? മേടിച്ചു വന്നിരിക്കല്ലേ? ചോറൊക്കെ നിങ്ങൾ ചോറ് വെച്ചോ? ഇല്ലേ? ഇറങ്ങൂലേ? എവിടെയാണ്?
എന്ത് കാണുന്നേ? അല്ല താത്ത കഞ്ഞി കുടിച്ചോ? ആണോ ആണോ? ഇനി നമ്മൾ ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഈ സന്ദർഭത്തിൽ ഷെഫീഖിനെ മിസ് ചെയ്യുന്നില്ലേ? ആ പാപ്പയുടെ ആണോ? ആ റൂമിലാ മണ്ടിയില് ആപ്പാപ്പാന്റെ അടുത്ത് ആപ്പാപ്പാനെ കാണാൻ വേണ്ടി വന്നിക്കാണ്. എവിടെ? ആ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. അതിനെ ഗെയിം കളിച്ചുത്തിരിക്കപ്പന്മാര് ഗെയിം കളിച്ചുത്തിരിക്കല്ലോ കേട്ടോ. എന്തിനു കോളൊന്നും ഞാൻ അറിയില്ല. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? എന്താ അവസ്ഥ? സെറ്റല്ലേ? ചോറിച്ചോടാ? ആ എല്ലാരും ചോറിച്ചില്ലേ? അപ്പാപ്പ അവിടെ കിടക്കണുണ്ട്. ചോറ് ചേറിയപ്പോ ചോറിച്ചോ? എപ്പോഴാ വന്നേ? അവിടുന്ന് നേരാണ്ട് വന്നാലേ മമ്മിയുടെ എന്തായാലും നിന്നോട്ടെ. അങ്ങോട്ട് പോയോട്ടെ, ഷംനന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയോട്ടെ. ഇത് നമ്മളെ താത്താന്റെ മൂത്ത ചെറുക്കനാണ്. ചെറിയ ചെറുക്കനായി കൂടെ കളിച്ചെറുക്കണ്ടായി, അവനെ കാണാനല്ല. എന്നിട്ട് എന്താണ് അമ്മായി ഗൈസ് പേടിച്ചിരിക്കുകയാണ്. താത്താന്റെ ഗൈസ് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരിക്കണ്. ഞങ്ങളെല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? എങ്ങനെ വെയിറ്റിംഗ് ആണ്. ഷംന അവിടെ വാ. എനിക്ക് എന്തുട്ടിയാണ് നീ വിചാരിച്ച് പറയണേ? പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും അല്ലേ, എല്ലാം നമ്മളെ ആൾക്കാർ തന്നെയാണ്. ഇത് എല്ലാ ആൺകുട്ടിയും പോലെ ചെറുക്കനാണ്. ഇതാ ഇബന്, പിന്നെ ഇവന്റെ ഇളയത് എല്ലാരും ആൺകുട്ടിയാണ്. ഗൈസ് ഒരു പെൺകുട്ടി എന്ത് പെൺകുട്ടിക്കോ കുഴപ്പമില്ല ഗൈസ്. ആണായാലും പെണ്ണായാലും നമ്മളെ ചെറുക്കന്മാരാണ് എല്ലാം. എന്തായാലും ഗൈസ് വെയിറ്റ് ചെയ്ത് നിൽക്കവിടെ. ഞങ്ങൾ കുറെ നേരം കാത്തു നിന്നിട്ട് ഞങ്ങളൊക്കെ പോയി ചായ ഞാൻ ചെറിയപ്പോ മോട്ടനും പതിനൊന്നേ കളി. എന്താ പറഞ്ഞ ഇപ്പൊ എന്താ അപ്ഡേഷൻ? അതിൻ്റെ ഉള്ളിക്കോ? ശരി. അല്ല അമ്മായിയൊക്കെ അങ്ങനെ അവിടെ നിൽക്കണം. അമ്മായിയെ ചോറിന്ന് വിളിയാൻ പറയുമ്പോ അമ്മായി ചോർന്നിട്ടില്ലേ? അമ്മായി ചോർന്നിട്ടില്ലല്ലോ. അമ്മായി ടെൻഷൻ അടിച്ചു കുത്തിരിക്ക. അളിയൊക്കെ ചോർന്നോ? തിന്നോ? ആ കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ കാത്തു കുത്തിരിക്ക. എന്തായാലും കുറച്ചേരം കൂടി തിരക്കട്ടെ. എൻ്റെ ഉള്ളിൽ പോയിക്കണേ. ഞാൻ എന്താ ഉള്ളിൽ ചെന്നിട്ട് വരട്ടെ. ബാക്കി നോക്കാം. ഇമ്മ ഒരു 7 ഉറങ്ങി. ഇപ്പൊ മമ്മ ഒന്നും ഉറങ്ങിയിട്ടില്ല. മമ്മ ഫുള്ള് ടെൻഷനിലാണ് മമലെ. ഒന്നും മുണ്ടാന സിറ്റുവേഷൻ അല്ല. അത് ശരി. വേദന ഉണ്ട് പറഞ്ഞ അപ്പൊ തന്നെ മമ്മ തലോടി ഇറങ്ങിയിരുന്നു. എന്താ വെയിറ്റ് ചെയ്യട്ടെ ഗൈസ് അല്ലേ അമ്മ? ആ പ്രാർത്ഥനയിലാണ്. എന്തായാലും നടക്കട്ടെ. ഞങ്ങളും വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ബാക്കി എന്താണ് അപ്ഡേഷൻ അറിയിക്കാം. ചെയ്യലാണ് ഗൈസ്. മുൾമുനയിലാണ് ഗൈസ്. അതാ അവിടെ ടെൻഷനായി ആണ് ഗൈസ്. ഞങ്ങൾ ഇവിടെ ചിരിച്ചൊന്നും കാര്യമാക്കണ്ട. പെറ്റോ പെറ്റോ ആൺകുട്ടിയാ? അങ്ങനെ 3-ാമത്തെ ആൺകുട്ടി. അനക്കൊരു അനിയോ 11-19. എന്താണ് താത്താന്റെ അവസ്ഥ അല്ലേ? അങ്ങനെ ഗൈസ് കാത്തിരിപ്പിന്റെ ഒടുവിൽ ഒരാൺകുട്ടി പിറന്നിരിക്കുകയാണ് ഗൈസ്. അമ്മായിയും മമ്മൊക്കെ വരുന്നുണ്ട്. ആൺകുട്ടി കിട്ടി. അമ്മായി എന്താ പറയല്ലേ? സന്തോഷം ഉണ്ടല്ലേ അല്ലേ?
ഞാൻ ഷെഫീഖിനെ വിളിക്കട്ടെ, ഷെഫീഖിനെ വിളിക്കാൻ പറയാം, ഷെഫോനെ വിളിക്കട്ടെ. ഷെഫീഖിനെ വിളിച്ചു, ഓനാകെ സന്തോഷത്തിലാണ്. ഓനക്കൊരു ആകെ ഒറ്റ സങ്കടമുള്ളൂ, ഓമ്പടെ എല്ലാത്തിന്റെ സങ്കടം മാത്രമേ. സാധാരണ കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ ഓമ്പടെ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു സങ്കടം ഉണ്ടോ എനിക്ക്. ഞാനല്ല ഇവിടെ ചെറുക്കന്മാരെ കൂടെ ഒരു കളിയായി. അപ്പൊ ഉള്ള ആൺകുട്ടികള്, താത്താക്ക് 3 കുട്ടികള്, ആൺകുട്ടികള്, ഷംനൂനൊക്കെ ഉണ്ട്. ഇനിയിപ്പോ നമ്മള് വേറെ പെങ്ങളത് ഓളതും ആൺകുട്ടി, ആകാൺകുട്ടി എല്ലാരും ഉണ്ട്. ലേബർ റൂമിന്റെ പുറത്ത് എല്ലാരും ഉണ്ട്. അമ്മ സെറ്റല്ലേ? ഇജെന്ത് കുട്ടിയാണ് ഇതിന്? അതെ ഇജ് കാല് മാറിയോ? ആണോ? കുട്ടിയായി നമുക്ക് കുട്ടിയായി. ആണോ? അതിന്റെ ഉള്ളിലാണ് എന്തായാലും നമുക്കറിയില്ല. നമുക്ക് എന്തായാലും ഓക്കെ കൊണ്ടുവരുന്ന എന്തായാലും ഫോണില്ല. ചെറിയപ്പോ എന്താ പറയല്ലേ? അൽഹംദുലില്ലാ. അതെ അതെ അതെ. മമ്മ എങ്ങനെയുണ്ട്? ആന്നില്ലേ? പെറ്റല്ല ആന്ന് കുട്ടിയായ മതി എന്ന് പറഞ്ഞു. താത്താന്റെ കുട്ടീനെ കൊണ്ടുവരുന്ന വെയിറ്റ് ചെയ്തിക്കാണ് എല്ലാരും. കുട്ടീനെ കൊണ്ടുവരുന്ന നമുക്ക് വീഡിയോ എടുക്കാൻ ലേശം പ്രയാസമുണ്ട്. കാരണം വീഡിയോ എടുക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. നോക്കി നോക്കാം, നമ്മളെ പറ്റുന്ന രീതിയിൽ എടുക്കാം. താത്താന്റെ കുട്ടീനെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ കുട്ടിക്ക് ബാങ്ക് കൊടുത്തോണ്ടിരിക്കാണ് വലിയപ്പ. കുട്ടിനെ ഞങ്ങൾ കാണിച്ചു തരാം. കുട്ടിക്ക് സംസം വെള്ളം കൊടുക്കുകയാണ്. ചേർക്കലേ കുട്ടി കൊടി. അപ്പൊ ഗൈസ് താത്താന്റെ കുട്ടീനെ എല്ലാരും കണ്ടില്ലേ? ചെറുക്കനൊക്കെ ഏന്തി വെച്ചിട്ടാണ് കാണിച്ചു കൊടുക്കണേ. തിരക്കൊന്നും കേട്ടുന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് മമ്മ എന്താ അറിയാനില്ലേ? എടുത്തില്ലേ കുട്ടീനെ എടുത്തില്ലേ? ഗൈസ് ഇനി നമുക്ക് എടുക്കാൻ പേടിയാണ്. നമുക്ക് പറഞ്ഞാൽ കുറച്ചൊക്കെ ആയി കഴിഞ്ഞാലേ നമ്മൾക്ക് എടുക്കലുള്ളൂ. നമ്മളെ കൈ കളി മറക്കും. ഇപ്പൊ തന്നെ ഒന്നിനുമില്ലേ ഞാനൊന്ന് ഇങ്ങനെ കാണാം. അതുണ്ട് ഗൈസ്. ഞങ്ങൾ എല്ലാവരും താത്താക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താത്ത ഇപ്പോഴും അതിൻ്റെ ഉള്ളിലാണ്. അതായത് താത്ത യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലേ പുറത്തേക്ക് ഇറക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കട്ടൻ ചായയും അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. താത്തിമാട് വന്നിട്ട് നമ്മൾ പെരിക്ക് പോകാന്ന് കരുതിക്കുന്നുണ്ട്. കുട്ടിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുട്ടീൻ്റെ തൊണ്ടിൽ കഫൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ട്യൂബൊക്കെ എടുത്ത് കുഴപ്പമൊന്നുമില്ല അല്ലേ അമ്മ? കുട്ടീനെ കൊണ്ടുവന്നില്ലേ റൂമിക്ക്? ഇനിയിപ്പോൾ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടു ചെല്ലാൻ പറഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ അവിടെ വിരിപ്പൊക്കെയാണ് വിരിച്ചു കൊടുക്കുകയാണ്. ഞാൻ കാണിച്ചു കൊടുക്കണേ. താത്തിമ്പാടൊന്നും ഇങ്ങോട്ട് വന്നാൽ മതി. താത്ത അവിടെ കിടക്കൂലേ അല്ലേ? അനു ഷംനൊക്കെ മറ്റേ എന്താ പറയാ കട്ടൻ കാപ്പി വാങ്ങാൻ പോയിക്കുന്നു. ഗൈസ് നമ്മൾ താത്താന്റെ കുട്ടി ജനിച്ചതിനായോണ്ട് കേക്ക് വാങ്ങാൻ വന്നിക്കാണല്ലേ? ലഡും മുട്ടായി ഒക്കെ വാങ്ങാൻ വന്നിരിക്കും. ലഡുവും ഗൈസ് പിന്നെ 2-3 മുട്ടായി എടുത്തിക്കണ്. അത് എന്തിനാ ചെയ്യല്? ചെറുക്കന്മാർക്ക് സ്കൂളിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ള മുട്ടായി നമ്മൾ സെപ്പറേറ്റ് എടുത്തിക്കണം. അതെ. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എടുത്തിക്കണം. ഗൈസ് അങ്ങനെ പെങ്ങളെ കുട്ടിക്ക് ഞങ്ങൾ ലഡും മുട്ടായി ഒക്കെ വാങ്ങി. ഗൈസ് മുട്ടായി നാളെ 2 ചെറുക്കന്മാർക്ക് സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാനാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഷോപ്പിലത്തെ ആൾക്കാർക്കൊക്കെ ലഡു കൊടുത്തു അല്ലേ? ഒക്കെ കഴിഞ്ഞാൽ ഇറങ്ങല്ലേ? നേരെ ഇറങ്ങാം. കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നാ അനക്ക് സ്കൂൾ കൊടുക്കാനുള്ളത്? എന്നാ അനക്ക് സ്കൂൾ കൊടുക്കാനുള്ളത് ഇപ്പൊ അതിപ്പോ പൊട്ടിക്കണ്ട കേട്ടോ. ഇതാ സ്കൂളിൽ പോകുമ്പോ ചങ്ങായി
ലഡു കൊടുക്ക്. ഗൈസ് താത്താനെ കൊണ്ടുവരുന്നുണ്ട്. റൂമ് അടുത്ത് താത്താക്ക് ഗൈസ് അതിൻ്റെ ഉള്ളിൽ AC ആണ്. AC പറ്റൂല, തണുത്ത് വറച്ചിക്കണ താത്ത. ആ ഉന്തുവണ്ടി ഇങ്ങോട്ട് എടുത്തേനു. താത്ത അന്തം മുട്ടിക്കണ്. പനിച്ചിട്ടുണ്ടാവും മറ്റേ അപ്പൊ നമ്മളെ താത്താനെ റൂമിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാണ് ഇപ്പൊ കടത്തിക്കണ്. കുട്ടീനെ എടുത്ത് കടത്തിക്കണ്, താത്തി എടുത്ത് കിടക്കണ്. താത്ത എങ്ങനെയുണ്ട് ഇപ്പൊ? ചൂടോ? പെരുജായി തണുപ്പാണ് അല്ലേ? നല്ല തണുപ്പുണ്ടേ. ഇത്രയും നേരം ഗൈസ് എല്ലാരും ഉണ്ടായിനി. ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി തുടങ്ങി. ഞങ്ങളിപ്പോ പോണ്ടോ? അമ്മ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നോ, ഞാൻ നിക്കണോ? ജിമ്മമാനെയും കൊണ്ട് പോയി. ഞാനും ഉമ്മ നിന്നോണ്ടെന്നാ. ഞാൻ നിന്നോണ്ടെന്നാ. രാവിലെ പോവേണ്ടി അത് കുഴപ്പമില്ല, രാവിലെ പോവാ. താത്ത റെസ്റ്റ് എടുത്തോളി. ഇനിയിപ്പോ എന്താ ചണ്ട? ഇനിയിപ്പോ എന്താ പറഞ്ഞത്? ഇപ്പൊ എന്താ കുട്ടിക്ക് ഷുഗറിന്റെ അളവ് കുറവാണ്. അപ്പൊ ലാക്ടോജൻ തന്നിട്ട് കലക്കിട്ട് പോലെ ഷുഗർ നോക്കാൻ വരുന്നു. പറ്റ കുറവാണ് കുട്ടിക്ക് ഷുഗർ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉമ്മക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഉറക്കണ്ടാവില്ല. അല്ല പോയിക്കോളി മമ്മ, പോയി കടന്നളി, ഉറങ്ങിക്കോളി. ഉറക്കല്ലാന്നുണ്ടെങ്കിൽ ഉമ്മക്ക് പ്രശ്നമാണ്. ഉമ്മ ഞാനും നിന്നോണ്ട്. മമ്മ പോയിക്കോളി കേട്ടോ, പോയി കടന്നുറങ്ങിക്കോളി. അളിയാക്ക അങ്ങനെ മൂന്നാമത്തെ ഒരു ആൺകുട്ടിയുടെ അല്ലേ ഇപ്പച്ചി ആയിരിക്കുന്നു. താങ്ക് യു ഗൈസ്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയില് ഒരു അടിപൊളി തന്നെ നടന്നു. അതെ, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. എല്ലാം താത്താക്കല്ലേ അറിയാം. പിന്നെ ഉള്ളില് എത്രത്തോളം വേദന ഉണ്ടെന്നുണ്ടെങ്കിലും പുറത്ത് കാണിക്കാൻ കുത്തിരിക്കാണ് താത്ത അല്ലേ. ആ പാപ്പ ഇവിടെ കടന്നു കേട്ടോ. ആ പാപ്പ ഉറങ്ങി. ആ പാപ്പ ഉറങ്ങിയോ? ആണോ? എങ്ങനെ? ആണോ? മുഖം കഴിക്കാൻ പോയതാ? കുട്ടീനെ കണ്ടോ പാപ്പ? ആണോ? എന്താ പറഞ്ഞേ? ആ ഒന്നുമില്ല അല്ലേ. ഉമ്മമാനെ കൊണ്ട് പോയിക്കടാ. ഉമ്മമാക്ക് ഉറക്കല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം കഴിഞ്ഞ അടുത്ത്. അതന്നെ താത്ത എന്നാ ഓക്കെ.